ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടാറ്റ ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബൈയിങ് മൊമെൻറ്റം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടാറ്റ ഗ്രൂപ്പിലെ പല സ്റ്റോക്കുകളിലും ഉയർന്ന ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ ഗ്രൂപ്പിലെ 3 സ്റ്റോക്കുകളെക്കുറിച്ചും സ്റ്റോക്കുകളിലെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചും അനലിസ്റ്റുകൾ നൽകിയ ടാർഗറ്റിനെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ടാറ്റ ടെക്നോളജി 4.75% ഉയർന്ന് 1098 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1400 52 വീക്ക് ഹൈ, 970 52 വീക്ക് ലോ, 45,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 69.9, ഡിവിഡൻഡ് ഈൽഡ് 0.76%. ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ്. 16% നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ബോട്ടം ഔട്ട് ആയെന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചെന്നുമാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഇവിടെ കമ്പനിയുടെ RSI പോസിറ്റീവ്ലി പോയിസ്ഡായി കഴിഞ്ഞു. MACD ഒരു ബുള്ളിഷ് ഡൈവർജൻസ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിന് 1150 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 1150 എന്ന ടാർഗറ്റ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 1200 വരെ ഉയർന്നേക്കാം. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 950 പ്രധാന സപ്പോർട്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ടാറ്റ ടെക്നോളജിയുടെ 3.3% സ്റ്റേക്കിൽ ചേഞ്ച് ഓഫ് ഹാൻഡ്സ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ഒരു ഫ്രഷ് ബൈയിങ് മൊമെൻറ്റം വന്നിരിക്കുന്നത്. ടാറ്റ ടെക്നോളജിയിലെ പ്രമുഖ ഇൻവെസ്റ്ററായ ആൽഫ TC ഹോൾഡിംഗ് ടാറ്റ ടെക്നോളജിയുടെ ഏകദേശം 1.3% സ്റ്റേക്കുകൾ കഴിഞ്ഞ ദിവസം സെൽ ചെയ്തിരുന്നു. ടാറ്റ ടെക്നോളജിയുടെ IPO ടൈമിൽ ടാറ്റ മോട്ടോഴ്സിന് 11.4% സ്റ്റേക്കും ആൽഫ TC ഹോൾഡിംഗ്സിന് 2.4% സ്റ്റേക്കുമായിരുന്നു ഉണ്ടായത്. ജൂൺ ക്വാർട്ടറോടനുബന്ധിച്ച് ടാറ്റ ടെക്നോളജിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ 11.4%, ആൽഫ TCയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ 4.34%മായി രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം ആൽഫ TC ഹോൾഡിംഗ് ടാറ്റ ടെക്നോളജിയുടെ സ്റ്റേക്ക് സെൽ ചെയ്യുകയും അതേസമയം ഏതോ ഒരു വലിയ ബയർ സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തതുകൊണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരുകയും ചെയ്തത്. ടെക്നിക്കലി ടാറ്റ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് പ്രതീക്ഷിക്കുന്നത്. ബിയറിഷ് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 1990 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1200, 1250 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ്. രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ എലാക്സി ലിമിറ്റഡ്. ടാറ്റ എലാക്സി ദീർഘകാലമായി അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ്. പക്ഷേ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് സ്റ്റോക്കിൽ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം വരികയും 2 ദിവസം കൊണ്ട് സ്റ്റോക്ക് 22% മുകളിൽ റിട്ടേൺ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ദിവസവും സ്റ്റോക്ക് ഏകദേശം 16.4% ഉയർന്ന് 8,950 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 9,200. ടാറ്റ എലാക്സി എന്ന സ്റ്റോക്കിന് പല ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ഇൻഗ്രിഡ് ഇക്വിറ്റീസിൻ്റെ ഫോർകാസ്റ്റ് അനുസരിച്ച് 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ 12.1% CAGR കൂടിയുള്ള റവന്യൂ ഗ്രോത്തും 15.8% EBITDA ഗ്രോത്തുമാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രോഫിറ്റിൽ 14.2% വർധനവ് വരാൻ സാധ്യതയുണ്ട്. പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ സൗരഭ് മുഖർജിയുടെ മർസലസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും ടാറ്റ എലാക്സിയെ പുറത്താക്കിയിരുന്നു. അതേസമയം റൈസിംഗ് ഗെയിൻസ് PMS പോർട്ട്ഫോളിയോയിൽ ടാറ്റ എലാക്സി എന്ന സ്റ്റോക്ക് ഉണ്ട്. ഇത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണ്. HDFC സെക്യൂരിറ്റീസും ടാറ്റ എലാക്സി എന്ന സ്റ്റോക്കിൽ ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വെച്ച് പുലർത്തുന്നു. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് പ്രതീക്ഷിക്കാമെന്നാണ് HDFC സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി മികച്ച രീതിയിലുള്ള റവന്യൂ റിക്കവറി നടത്താനും സാധ്യതയുണ്ട്. ടാറ്റ എലാക്സി എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 9,200, 10,000 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റ് നൽകിയിരിക്കുന്നത്. 7,500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 7,500 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. 7,000 എന്ന റേഞ്ചിനടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് അതിൻ്റെ 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്തു. 9,200, 10,000 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് പാറ്റേൺ കാണാൻ സാധിക്കും. 9,200, 9,000 തുടങ്ങിയ റേഞ്ച് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ്. 9,200 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 10,000, 10,500, ഈവൻ 12,000 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. 7,500, 7,000 തുടങ്ങിയ സോണുകൾ സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. മൂന്നാമത്തേത് TCS.
TCS കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.25% ഇടിഞ്ഞ് 4491 ക്ലോസിംഗ് നൽകി. 16,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.8, ഡിവിഡൻഡ് yield 1.25%. TCS IT സെക്ടറിലെ ഒരു സ്ട്രോങ് പെർഫോമൻസ് കമ്പനിയാണ്. കൂടാതെ വോളറ്റൈൽ സിറ്റുവേഷനിൽ പോലും വളരെ സ്റ്റേബിളായി ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സ്റ്റേബിളായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 4565 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 4565 എന്ന റെസിസ്റ്റൻസ് മറികടന്നാൽ 4800, 5000 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 20-യുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 4350. 4350 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 4200-നടുത്തും സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. ടെക്നിക്കലി സ്റ്റോക്ക് ബ്രേക്കൗട്ടിന് ശേഷം 4500-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4250 എന്ന സോണിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. 4250 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ TCS എന്ന സ്റ്റോക്കിലും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്